അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ ഏതിന് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3 മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കുന്നേ. 4 എണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഉണ്ടായി 3. അപ്പോൾ ഇതുപോലൊരു വിസ്ക് കൊണ്ട് നല്ല രീതിയിൽ അരച്ചു കൊടുക്കാം. ഇതുപോലത്തെ വിസ്ക് ഇല്ലെങ്കിലും സ്പൂണോ ഫോർക്കോ കൊണ്ടും ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചേർക്കാം. അതായത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 കപ്പ് പൊരികടല അറിയാമല്ലോ എല്ലാവർക്കും. അത് നമ്മുടെ ഇവിടെയൊക്കെ സാധാരണയായിട്ട് കിട്ടുന്ന ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. കുമിച്ചങ്ങ് ഒരുപാട് ഇടണമെന്നില്ല, ഇതുപോലെ അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനത് പൊടിച്ചെടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നേ. ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില്ലാന്നുണ്ടെങ്കിൽ വലിയ സവാള ആണെങ്കിൽ പകുതി മതി. പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, അത് 2 കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നേ. 1 ടേബിൾ സ്പൂൺ കൂടുതൽ വേണമെങ്കിലും ചേർത്തോളാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നു. നമുക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി, ശകലം ഒരു 1/4 ടീസ്പൂൺ പോലും വേണം. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ടീസ്പൂണിൻ്റെയും പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി. അത്രയും മതി കേട്ടോ, കൂടുതൽ വേണ്ട. നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പെട്ടെന്ന് വിശക്കത്തില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലതാണ്. നമുക്ക് പിന്നെ കുതിർക്കണ്ട, അങ്ങനെ അരക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ പൊരികടലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണേ. അപ്പോൾ ഇതിന് നമുക്ക് തീരെ കട്ടിയായിട്ടിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 3 മുട്ടയാണ് ചേർത്തത്. ഇത്രയ്ക്ക് നമുക്ക് 4 മുട്ട ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അത്രയും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. ഇതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തോളാം. 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. നമ്മളൊരു ദോശയുടെ രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീരെ കട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 മുട്ടയും കൂടെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സാൾട്ട് ചെക്ക് ചെയ്തു, കറക്റ്റായിരുന്നു. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ പോലും വേണ്ട, ഒഴിച്ചു കൊടുക്കുന്നേ. ഇതിൽ നമുക്ക് എടുത്ത് വെച്ചിരുന്ന ബാറ്റർ തീ കുറയ്ക്കണേ. തീ കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തീരെ അങ്ങ് പരത്തണ്ട. അപ്പോൾ അത് വന്ന് കിട്ടട്ടെ. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ തീരെ ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. കല്ല് നല്ലപോലെ ചൂടാക്കിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ മറുവശവും പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡല്ലേ. പൊരികടല അതും നല്ലതാണ്, അതുപോലെ എഗ്ഗും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് വേവിച്ചിട്ട് എടുക്കാം. കണ്ടോ, മറുവശവും നല്ല ചോന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. കണ്ടോ, നമ്മുടെ എഗ്ഗട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറിനായും വളരെ നല്ലതാണ്. ഇത് വലിയ കറിയൊന്നും വേണമെന്നില്ല, വെറുതെ തന്നെ കഴിക്കാനും കൊള്ളാം. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കഴിക്കാനും
നല്ല ടേസ്റ്റ് ആയിരിക്കും. വെച്ചാൽ നമ്മൾ എഗ്ഗ് പിന്നെ ഓണിയൻ ഇതൊക്കെയല്ലേ ചേർത്തിട്ടുള്ളത്, കറിവേപ്പില, മുളക്, ആവശ്യത്തിന് എരിവുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എണ്ണ വേണമെങ്കിൽ ഞാൻ ചേർത്തതിനേക്കാളും കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ചേർത്തോളാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തീരെ കുറച്ചാണ്, കുറച്ച് കൂടുതൽ എണ്ണ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല രീതിയിൽ ചുമന്ന് കിട്ടും, കുറച്ചുകൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും അല്ലേ. ഓക്കെ, താങ്ക് യു.